പൈസ അപ്പോൾ നമ്മളിന്ന് ആമസോണിൽ നിന്ന് ഒരു അടിപൊളി ഒരു RC കാർ, ഒരു ബഡ്ജറ്റ് ആൻഡ് ചീപ്പ് RC കാർ വാങ്ങിച്ചിട്ടുണ്ട്. ഐ മീൻ കുഴപ്പമില്ലാത്ത റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുള്ളതാണ്. സോ അതൊരു ഹോബി ഗ്രേഡാണ്, നമുക്കൊരു ബഡ്ജറ്റ് ഹോബി ഗ്രേഡ് കാറാണ്. 35 km/h ഒക്കെയാണ് സ്പീഡ് പറയുന്നത്. സോ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. അല്ല, ഇതാണ് സോ നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത്. അല്ലേ, റേസിംഗ് പവർ എന്നൊക്കെയാണ് എഴുതിയിട്ടുണ്ട്. RTR റെഡി ടു റൺ, അതാണ് കൊണ്ട് ബ്രാൻഡിൻ്റെ അല്ല. 2.4 GHz റിമോട്ട് കൺട്രോൾ വരുന്നുണ്ട്. 1:18 സ്കെയിലാണ്. 4x4 വീൽ ഡ്രൈവ് വണ്ടിയാണ്. സോ ഇതാണ് നമ്മുടെ ഒരു മിനി ഹോബി ഗൈഡ് കാർ. എൻ്റെ ഫസ്റ്റ് കളക്ഷനിലേക്ക് ഫസ്റ്റ് വരുന്ന ഹോബി ഗൈഡ് കാറാണ്. സോ നമുക്ക് എന്തായാലും പെട്ടി ഒന്ന് തുറന്ന് നോക്കാം. ഇതിൽ പിന്നെ മെറ്റൽ ഡ്രൈവ് ഷാഫ്റ്റ് സിസ്റ്റം എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷാഫ്റ്റ് കുറച്ചുകൂടി സ്ട്രോങ് ആകുന്നത് കാണിക്കുന്നത്. സോ നമുക്കിതൊരു 6 ടൈപ്പ് കളേഴ്സിൽ വരുന്നുണ്ട്. നമുക്കിത് വന്ന ഏത് കളറാണെന്ന് അറിയില്ല. ഇതൊക്കെയാണ് റിമോട്ട് ഡിസൈൻ വരുന്നത്. സോ നമുക്ക് എന്തായാലും ഇത് തുറന്ന് നോക്കാം. സോ ഇതാണ് നമ്മളുടെ RC കാർ വന്നിട്ടുള്ളത്. ഇതിന് കൂടെ ഇതിൻ്റെ ബാറ്ററി ചാർജിങ് ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ സ്ക്രൂ ഡ്രൈവറും ക്ലിപ്പും പിന്നെ വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ വണ്ടി. എങ്ങനെയുണ്ട്? നല്ല ചെറിയ വണ്ടിയാണ്, പക്ഷേ ഭയങ്കര വലിയ സൈസ് ഞാൻ വിചാരിച്ചു ഇത്ര ബൾക്കിയല്ല. ഇതാണ് കൺട്രോളർ വന്നിട്ടുള്ളത്. ഇതിൽ സ്റ്റിയറിംഗ് വന്നിട്ടുണ്ട്, ഫോർവേഡ് ബാക്ക്വേർഡ് വന്നിട്ടുണ്ട്. പിന്നെ 1.5 വോൾട്ടിൻ്റെ 3 ബാറ്ററി വേണ്ടത്. പിന്നെ അതേപോലെ തന്നെ പവർ ഓൺ ബട്ടൺ വന്നിട്ടുണ്ട്, സ്റ്റിയറിംഗ് ട്രിം വന്നിട്ടുണ്ട്, ത്രോട്ടിൽ ട്രിം എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 7.4 വോൾട്ടിൻ്റെ ബാറ്ററി വന്നിട്ടുള്ളത്. അതിൻ്റെ USB ചാർജറെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ചാസി വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ വിചാരിച്ചപ്പോൾ അത്ര വലിയ ബൾക്കി വണ്ടിയല്ല. പിന്നെ ഇവിടെ നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യേണ്ട ഏരിയ ഒക്കെ വന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഐറ്റം. സസ്പെൻഷനൊക്കെ നോക്കുമ്പോൾ തന്നെ സസ്പെൻഷനൊന്നും വലിയ കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതിൻ്റെ സ്പീഡ് കാണുമെന്ന് അറിയില്ല. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ ഫുള്ളി പെർഫോമൻസും ചാർജ് ചെയ്തിട്ട് ഫുള്ളി പെർഫോമൻസ് കാരണം എല്ലാം നമുക്ക് ഒരു ഫുൾ വീഡിയോ കാണാനെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ റെയിനി സീസൺ ആയതുകൊണ്ട് കുറച്ച് ടാസ്ക് ആവും. എന്നാൽ കൂടി നമ്മൾ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് വരാം. സോ ഇറ്റ്സ് മീ ഇൻട്രീ സൈനിങ് ഓഫ് ബൈ. ഇതിൻ്റെ ഞാൻ ലിങ്കും കാണലെല്ലാം ഷെയർ ചെയ്യാം. ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്.